വില്ലൻ കഥാപാത്രത്തെ അവസാനം കൊണ്ടുവന്നിട്ട് പൂക്കിയാക്കി വിട്ടുകളഞ്ഞല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേന് ഞാൻ ആലോചിച്ചു, ഈ സഹദേവൻ ഇത്രയും പൂക്കിയായിരുന്നു എന്ന്. എന്റെ കൂടെ തന്നെ അവർ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തു തന്നെയായിരുന്നു. അങ്ങനെ സസ്പെൻസ് പുറത്തു പോകാൻ പാകത്തിലുള്ള ഒരു എലമെന്റ്സും ഇതിനകത്തില്ല. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഈ സിനിമ കണ്ടിട്ടുള്ള ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളുണ്ട്, ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. ഹലോ ഡാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണോ ഈ തന്തയിലത്തമ്മ കിടിലം പടമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തമ്മ യൂട്യൂബിലൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് പേഴ്സണലി ആ സിനിമ കണ്ടപ്പോ എന്തോ തോന്നിയേ? എനിക്ക് ഈ പടത്തെ ഒരു ആവറേജ് മൂവി, വൺ ടൈം വാച്ചബിൾ, അത്രയല്ലേ ഉള്ളൂ. ഈ 1-ലും 2-ലും ഉണ്ടായിരുന്ന രീതിയിലുള്ള സസ്പെൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, അതിനകത്തൊന്നുമില്ല, ഒരു വൗ ഫാക്ടർ ഇല്ല. പിന്നെ ആരാ വാവ് നല്ലതാന്ന് പറയുന്നത്? മൈക്കും പിടിച്ചോണ്ട് ഇവിടെ പോത്തില്ലേ? അത് ഈ ഫസ്റ്റ് ഷോ ഒക്കെ ഫാൻസ് അസോസിയേഷൻ ആൾക്കാരൊക്കെ കൂടുതലും കേറത്തില്ലടാ. പിന്നെ അത് നോക്കണ്ട. അല്ലാതെ എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. നീ വീഡിയോ ചെയ്താ? ഞാൻ നിന്നെ വിളിച്ച നേരത്തെ ഈ അഭിപ്രായം ഒന്നുകൂടെ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഞാനിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അല്ല, എനിക്ക് ഞാൻ ചെയ്തതും പറഞ്ഞതിനകത്തും എനിക്ക് ഇതിനകത്തൊന്നും തോന്നിയില്ല. 1-ലും 2-ലും തോന്നി നടക്കത്തുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല ഇതിനകത്ത്. ഞാൻ ഇത് വീഡിയോ അല്ല, നീ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ശരി, ഇനി ആരെങ്കിലും ഒക്കെ ഇനി ഞാൻ കണ്ട സിനിമ തന്നെയല്ലേ ഇവനും കണ്ടത്? നിങ്ങൾ കണ്ട സിനിമ തന്നെയല്ല ഞാനും കണ്ടത്. ദൃശ്യം 3 1-ഉം 2-ഉം സിനിമയിൽ പറയുന്നത് പോലെ തന്നെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നും. എന്നാ 3 ആ ഭാഗ്യം തുണച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 1-ഉം 2-ഉം തന്നിട്ടുള്ള ഹൈപ്പും അതിനകത്തുള്ള സസ്പെൻസും ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ 3-ലേക്ക് വന്നപ്പോഴത്തേക്കിന് അത് വെറും തെളിവുകൾ ശേഖരിക്കാനായിട്ട് ഓരോന്ന് പ്രകടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അനുഭവിച്ചത്. കണ്ടതും അങ്ങനെ തന്നെയാണ്. ചുരുക്കം 2-3 സീൻസ്, സഹദേവനെ കാണിക്കുന്ന ഉൾപ്പെടെയുള്ള 2-3 സീൻസ് മാത്രമേ ഉള്ളൂ ഒരു ഗൂസ് ബംസ് ആയിട്ട് ഈ സിനിമയ്ക്കകത്ത് ഫീൽ ചെയ്ത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, ഒരു ഷോർട്ട് ഫിലിമിൽ മാത്രം ഒതുക്കേണ്ട ഒരു സ്റ്റോറി, ദൃശ്യം 3 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം അരമണിക്കൂറിൽ മാത്രം ഒതുക്കേണ്ട ഒരു സാധനത്തെ വലിച്ചു നീട്ടി 2.5 മണിക്കൂർ. ആ 2.5 മണിക്കൂറിനകത്ത് മോഹൻലാലിന്റെ മൂത്ത മോളുടെ കല്യാണം. ഒരു ക്ലാസിക് ക്രിമിനൽ ആണ് ഈ വ്യക്തി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ കുറെ ഘടകങ്ങൾ. എന്തായാലും ഈ സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പ്രിന്റുകളും കാര്യങ്ങളൊക്കെ കുറെ കോടി രൂപയ്ക്ക് വിറ്റുപോയെന്ന് 2-3 മാസം മുമ്പേ ന്യൂസ് ഉണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായി കേട്ടോ. കാരണം ഈ ഒരു അഭിപ്രായം അറിഞ്ഞിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു സാധനം ഇവിടെ കാണുമെന്ന് പറയത്തില്ല. എസ്പെഷ്യലി മോഹൻലാൽ, ലാലേട്ടൻ്റെ ചെയ്യാനുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ 2-3 കോമഡി ഉൾപ്പെടെയുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, രംഗങ്ങൾ, സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളി അങ്ങ് ബിഹേവ് ചെയ്ത് പോവുക, സാധനം അതങ്ങ് പോവുക. ഈ 1-ലും 2-ലും നമുക്ക് തന്നിട്ടുള്ളൊരു ഹൈപ്പും അതിൻ്റെ ഒരു സസ്പെൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കിന് അത് വെറും പ്രഹസനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 1-ലും 2-ലും പോലീസിനെ പേടിച്ചോടുന്ന ക്ലാസിക് ക്രിമിനൽ ആയിട്ടുള്ള ഈ മോഹൻലാലിനെയാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ 3-ലേക്ക് വന്നപ്പോഴത്തേക്കിന് ഈ വ്യക്തിയെ പേടിക്കുന്ന പോലീസുകാരെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ സിനിമയ്ക്കകത്ത് ഒട്ടും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒന്നും പ്രവർത്തിക്കാത്ത, ആരോടും ഒരു ദേഷ്യമില്ലാത്ത ഗീതാ പ്രഭാകറാണ് ഈ കഥയിൽ പ്രഭ മൊത്തം അങ്ങ് പൊട്ടിച്ചാടി പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ നല്ല രീതിയിൽ അഭിനയിക്കുകയും നല്ല രീതിയിൽ ഡയലോഗുകളൊക്കെ ഡെലിവറി ചെയ്യുകയും കഴിഞ്ഞ 2 സിനിമയിലും നല്ല രീതിയിൽ ഒരു വില്ലത്തി എന്ന റോള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഗീതാ പ്രഭാകർ ഈ സീസണിൽ വന്നിട്ട് ഒരു അനക്കമില്ലാത്ത സ്ത്രീയായി പോയി. ഒരു ഡയലോഗെങ്കിലും മിനിമം, ആ അവസാനം പറഞ്ഞ ആ ഒരു ഡയലോഗ് അല്ലാതെ ഒരു ഡയലോഗെങ്കിലും മിനിമം അവർക്ക് വേണമായിരുന്നു. അൻസിബേക്ക ആസ് യൂഷ്വൽ 1-ലും 2-ലും എങ്ങനെ തന്നെയായിരുന്നു. ഇത്രയും വർഷങ്ങൾ പഴക്കമില്ലേടേ, അപ്പൊ അഭിനയത്തിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേ? എന്തോ എസ്തപ്പാനോ ഇളയ കൊച്ച്, അതൊക്കെ അതിന് 1-ലുള്ളതല്ല 2-ലുള്ളതല്ല 3-ൽ വന്നപ്പോഴത്തേന് നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട്. ഈ സിനിമ ഇനി 3-ലേക്ക് എത്താതിരിക്കാനായിട്ട് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഈ ഗീതാ പ്രഭാകരനെ അങ്ങ് തീർത്ത് കഴിഞ്ഞ് ഈ കഥ ഇവിടെ വെച്ച് അങ്ങ് തീരും. അല്ലെന്നുണ്ടെങ്കിൽ ഇനി ദൃശ്യം ആൾക്കാർ കുഴിച്ചു മൂടുന്ന ഒരു ദൃശ്യമായിരിക്കും ഇനി നിങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. സംഭവങ്ങളൊക്കെ ഉണ്ട്,
എന്നാൽ കഴിഞ്ഞ സിനിമയിൽ സീസണിനകത്ത് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം നേരെ ഇവർക്ക് നേരെ തിരിയുന്നു, അതിനെതിരെ ഒറ്റയ്ക്ക് പോരാടുന്നു. ഇത് ഈ സംഭവം കാണിച്ചോണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണിച്ച കഥ, ഈ കഥയ്ക്കകത്ത് ഇഷ്ടംപോലെ ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട്. കൊന്നവനെ ചത്തവനെ എല്ലാത്തിനും കൂടെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി അകത്തിടാൻ പാകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു നിയമത്തിനകത്ത് എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കാണിക്കാമെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം പിടിക്കപ്പെടാനായിട്ടുള്ള ലൂപ്പ് ഹോൾ അവിടെ ഉണ്ട്. അതൊന്നും ഈ സിനിമ നിർമ്മിച്ചവരോ ഇതിനകത്ത് അതിൻ്റെ അണിയറ പ്രവർത്തകരോ ആരും ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടുമില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല, സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. കഥ ലാഗ് അടുപ്പിച്ചു, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഹാഫ് വന്നൊന്ന് ലാഗായിട്ട് സെക്കൻഡ് തൊട്ട് ഇങ്ങനെ നീണ്ട് ഒരു ലാഗിലേക്ക് തന്നെ ഈ സാധനം പോയി. അവസാനം സിനിമയുടെ ഒരു കൺക്ലൂഷൻ ലെവലിലേക്ക് അത് ഓൾറെഡി എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം സിനിമ അവസാനം എത്തുമ്പോഴത്തേനാണ് ഇതൊരു മുറുകി കയറി പിടിക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുമല്ലോ. എന്നാൽ ഈ സാധനം അവസാനത്തിലേക്ക് എത്തിയപ്പം ആ മുറുക്കമല്ല ഫീൽ ചെയ്തത്. എങ്ങനെങ്കിലും ഈ കഥ അങ്ങ് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഫീലായിരുന്നു ഈ എടുത്തവർക്കെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അങ്ങനെ തന്നെയാണ്. എനിക്ക് കലങ്ങിയില്ല സാധനം അങ്ങോട്ട്, അങ്ങനെ വൈരുദ്ധ്യത്തോടു കൂടി തന്നെ നമുക്കിടയിലേക്ക് ഈ സാധനം എത്തിയില്ല. സഹദേവൻ സീന് ഒക്കെ നമുക്ക് നല്ലൊരു പഴയ ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് സഹദേവനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച്. എന്നാൽ പഴയ സഹദേവൻ എന്ന് വെച്ചാൽ ആ പോലീസുകാരനായിട്ട് നിൽക്കുന്ന ഒരു സഹദേവനായിരുന്നു. നമുക്ക് ഓൾറെഡി അവനെ ഒരു പോലീസുകാരനായിട്ട് അറിയാം. എന്നാൽ ഈ സഹദേവനിലേക്ക് വന്നപ്പോഴത്തേക്കിന് എനിക്ക് മറ്റേ കുഞ്ഞിക്കൂനകത്ത് മറ്റേ എപ്പോഴും മിംസിനകത്തൊക്കെ വരുന്ന ആ ഗുണ്ടയുണ്ടല്ലോ നമ്മുടെ പുള്ളിയെ കണക്കട്ടോ ആ രീതിയിലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് നിൽക്കുന്ന സഹദേവൻ എന്ന് പറയുന്ന ആ ഒരു വലിയ വില്ലൻ കഥാപാത്രത്തെ അവസാനം കൊണ്ടുവന്നിട്ട് പൂക്കിയാക്കി വിട്ടുകളഞ്ഞല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേന് ഞാൻ ആലോചിച്ചു, ഈ സഹദേവൻ ഇത്രയും പൂക്കിയായിരുന്നു എന്ന്. മറ്റേ കൽക്കി സിനിമയിൽ ടൊവിനോ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഒരു വില്ലന്റെ പേര് പറഞ്ഞിട്ട്, ഇവനെ വളർത്തിയത് വെറും കഥകളായിരുന്നു, ചക്കക്കൂട്ടാൻ പോലിരിക്കുന്ന ചങ്കൊക്കെ ഇത്രയേ ഉള്ളെന്ന്. അതേപോലെ ഒരു അവസരവും ഒരു സംരംഭമാണ് എനിക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിച്ചത്. നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ സിനിമ എടുക്കാനായിട്ട്. ആ എഫേർട്ടിനുള്ള പ്രതിഫലം ജനങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം 1ഉം 2ഉം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രതീക്ഷ അതിനപ്പുറമായിരുന്നു 3ലേക്ക് കൊടുത്തിട്ടുള്ള പ്രതീക്ഷ. അതിലുപരി ഈ 3ന്റെ പ്രിന്റുകളും കാര്യങ്ങളൊക്കെ വിറ്റുപോയി. ഓൾറെഡി 100 കോടിയോ 150 കോടിയോ 350 കോടിയൊക്കെ കളക്ട് ചെയ്തെന്ന് പറഞ്ഞ് ന്യൂസൊക്കെ വരുന്നു. ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് അപ്പോൾ എന്ത് എക്സ്പെക്റ്റേഷൻ ആയിരിക്കും വരുന്നത്. പോരാത്തതിന് ഇതിന്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഒറ്റ ഒരു മൂലയിൽ മാത്രം ഒതുക്കി നിർത്താതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഓരോ പീസുകളായിട്ടാണ് എഡിറ്റ് ചെയ്തിരുന്നു. എന്നാ ഇത് അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെ പോലെ ഏതെങ്കിലും വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് സംഭവം എന്താണെന്നറിയോ, അധിക പ്രതീക്ഷ കൊടുക്കരുത്, ഒന്നിലും അധിക പ്രതീക്ഷ കൊടുക്കരുത്. നമ്മളെ കണ്ണിൽ കണ്ട് നമ്മൾ തന്നെ ഹാവു എന്ന് തോന്നിപ്പിക്കണം. അല്ലാതെ ഈ ആവശ്യമില്ല നിങ്ങൾ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ഓവർ പ്രതീക്ഷയാണ് ഇതേപോലുള്ള എന്നെ പോലുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രതീക്ഷയ്ക്കൊത്തൊരു സാധനം വന്നിട്ടില്ല എന്ന് തോന്നിക്കാനുള്ള ഒരു കാരണം.